ചിരി തൂകി കളിയാടി വാവ കണ്ണായൻ. സാധനം വാങ്ങിക്കാൻ പോയ കണ്ണപ്പനവിടെ ഒന്ന് അടങ്ങടേ. എന്തോന്ന് അടങ്ങാൻ? രാവിലെ പൈസ കൊടുത്ത് വിട്ടതല്ലേ? മനുഷ്യ ഇവിടെ രാവിലെ വിഷുവിന് വീട്ടിൽ കണിയും കണ്ടിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ്. എത്ര നേരമായടാ, സാധനവും വന്നില്ലേ? സാധനം ഇതുവരെ വന്നില്ലേ? സാധനം വരും, വരാതിരിക്കും. അതിൻ്റെ ടെൻഷനെ പൈസ കിട്ടാൻ നമ്മൾ അടിച്ചോളാം, നീ അടിക്കണ്ട. ഓക്കെ ടെൻഷൻ നിങ്ങൾ അടിച്ചോ. പക്ഷേ വിഷുവായിട്ട് എനിക്കൊരു 10 കട കൈയും കാലം മറിച്ചിട്ട് വേളിയാ. നിന്ന് വിറക്കേ ഉള്ളൂ. നിനക്ക് സ്ഥിരമുള്ളതാണ് ഷെയർ ഇടാതെ 10ൻ്റെ അടി. എൻ്റെ 10 അടി തുടങ്ങിയാൽ എവിടെ ചെന്നിക്കുമോ നമുക്ക് നല്ലപോലെ അറിയാം. അവസാനം ഷെയർ ഇട്ടോമാർക്ക് 10 അടിക്കാൻ കിട്ടൂല. അളിയാ നിൽക്കണ്ട, അളിയാ ഒരു തുള്ളി തരൂല. പോ തന്നല്ല എന്നെ പണക്കരുത്, നിനക്കൊക്കെ എന്നെ അറിയാം. എടാ പോടാ. വിഷുവായിട്ട് ഞാൻ ഒരു 10 ചോദിച്ചോളൂ, തരാൻ വയ്യല്ലടാ. ഓ വയ്യ. എടാ കുടിയന്മാരെ കാണിച്ചേടാ ഞാൻ. എന്തേലും പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ കണ്ണപ്പനെ വിളി, സാധനം കിട്ടോ ഇല്ലെന്നുള്ളത്. എന്തോ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ, എന്തോ പറ്റി? ഹലോ, എക്സൈസ് ഓഫീസല്ലേ സാറേ? ഇവിടെ കുക്കിരി പണയിൽ 2 അവന്മാരുന്ന് ഭയങ്കര വെള്ളം ഓടി സാറേ. ആരടുപ്പിക്കണില്ല അങ്ങോട്ട്? ഇത് 10 അല്ലേ വിളിക്കണത്? ഓ 10 തന്നെ സാറേ. ആരെ അടുപ്പിക്കണില്ലേ? അതാ നിന്നെ അടുപ്പിക്കണില്ലേ? അല്ല എന്നെ അടുപ്പിക്കണില്ല സാറേ. ഷെയർ കൊടുക്കണേ 10, അപ്പൊ അവർ അടുപ്പിച്ചോളൂ. വിഷുവായിട്ട് നമ്മളായിട്ട് നീ ബുദ്ധിമുട്ടിക്കാതെ. ഹലോ അല്ല ഇതെന്തോന്ന്? അളിയാ, ഞാൻ ഷെയർ അടിക്കാനുള്ള പരാതി ഇനി പറയരുത്. എനിക്ക് വിഷുവിന് കിട്ടിയ ഫുൾ സേവിങ്സ് ആണ് ഇതായിരിക്കണത്. നല്ലൊരു ദിവസമല്ലേ അല്ലേ? എനിക്കിവിടെ താടാ ഒരു 90. എടേ നീ ഇതെല്ലാം കൊണ്ടുപോയി നിന്റെ കുടിക്കെ കൊണ്ടിട്. നീ നേരത്തെ വന്നിട്ട് പോയില്ലേ? അപ്പോഴേ തന്നെ ഞാൻ കണ്ണപ്പൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ലിറ്ററും കൂടെ എടുക്കാൻ എൻ്റെ 10ൻ്റെ ടാങ്ക് അങ്ങ് നിറയട്ടെ. സത്യം അളിയാ. അപ്പൊ ഹാപ്പി വിഷു.